ലേബർ റൂമിലെ നോവും ശരിയും. ഗർഭിണിയാകും മുൻപ് ചില ടെസ്റ്റുകൾക്ക് വേണ്ടി ഒരിക്കൽ ലേബർ റൂമിൽ കയറേണ്ടി വന്നു. അവിടുത്തെ കാഴ്ചകൾ കണ്ട് കണ്ണും തലയും കറങ്ങി തിരികെ വന്ന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി. പ്രസവിക്കാനല്ലാതെ ലേബർ റൂമിൽ വരുന്നവരെ ഈ കാഴ്ചയൊക്കെ കാണിച്ചാൽ പ്രസവിക്കുന്നവർക്കുള്ള ഒരു പ്രൈവസി നഷ്ടപ്പെടില്ലേ? മാത്രമല്ല ജീവിതത്തിൽ പ്രസവിക്കാനും തോന്നില്ല. ശേഷം അവിടുത്തെ പരാതിപ്പെട്ട് അന്വേഷിച്ച് കണ്ടെത്തി വെച്ചു. അതിലുള്ള ആദ്യത്തെ കത്ത് എൻ്റെ ആയിരിക്കുമെന്ന് മനസ്സിലുറപ്പിച്ചാണ് മടങ്ങിയത്. ശേഷം നമ്മുടെ പ്രസവ ദിവസമാണ് ലേബർ റൂമിലേക്ക് ചെല്ലുന്നത്. ഡോർ തുറന്ന് അകത്തേക്ക് ചെന്നപ്പോഴേ കേട്ടു അയ്യോ പൊത്തോ എന്നുള്ള പടവിളി. എനിക്ക് കൂട്ടൊരു മുസ്ലിം കുട്ടിയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരേ ദിവസം പ്രസവിക്കേണ്ടവർ. എവിടെ ചെന്നാലും ഒരു ടീമിനെ ഉണ്ടാക്കുക എന്നാണല്ലോ പ്രധാനം. ഞാനും ആ കുട്ടിയും കൂടി ആകെ അങ്കലാപ്പിലിരിക്കുന്ന കണ്ട് എൻ്റെ മാതാജിക്ക് ചിരി വന്നു. ഈ സമയത്ത് അവർക്ക് ചിരിക്കാൻ തോന്നിയല്ലോ. പടച്ചോനെന്നും പറഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് പോയി. ഇരിക്കാനും കിടക്കാനും വയ്യ, എങ്ങനെയും നടക്കാം. ലേബർ റൂമിൽ ഞങ്ങൾ രണ്ടും VIP പോലെ നിന്ന് ദുഃഖം പങ്കുവയ്ക്കുന്നു. സിസ്റ്റർ ഇടപെട്ടു. നിങ്ങളുടെ ബെഡാണത്, ഒന്നിൽ കിടക്കണം ഇല്ലെങ്കിൽ നടക്കണം. കിടക്കുന്ന കാര്യം ആലോചിക്കാനേ പറ്റില്ല. അങ്ങനെ നടത്തം തുടങ്ങി. ഏകദേശം അരമണിക്കൂറോളം നടന്നിട്ടുണ്ടാകും. നടത്തിക്കൊരു അവസാനമില്ലെന്ന് കണ്ട് സിസ്റ്റർ വീണ്ടും ഇടപെട്ടു. ഇങ്ങോട്ട് കിടന്നേ. കരഞ്ഞവരുടെ കാല് പിടിക്കാൻ തോന്നി. രക്ഷയില്ല, കിടന്നേ പറ്റൂ. ഡ്രിപ്പ് കൂടി ഇട്ടപ്പോൾ പൂർത്തിയായി. തൊട്ടപ്പുറത്ത് കിടന്ന പെണ്ണ് എന്തിനാണ് നിലവിളിച്ചതെന്ന് അപ്പോൾ പിടികിട്ടി. ഗുരുവായൂരപ്പാ എന്ന് 1 കോടി തവണ വിളിച്ചിട്ടുണ്ടാവും. അവളൊരു അലറക്കം. ഡോക്ടറെ, എനിക്ക് വേദന സഹിക്കാൻ വയ്യ, എങ്ങനെയും ഒന്ന് ഓപ്പറേഷൻ ചെയ്യുന്നു. എനിക്കും വേദനയുണ്ട്, എന്നാലും അക്കൗണ്ടിൽ കൂടി ഒരു നിമിഷം മനസ്സൊന്ന് പറഞ്ഞു, വേണ്ട, എനിക്ക് ഓപ്പറേഷൻ വേണ്ട. ഇനി ലെവളുടെ അലാറം കേട്ട് എന്നെയും പിടിച്ച് ഓപ്പറേഷൻ ചെയ്യുമോ എന്ന് ഞാൻ വല്ലാണ്ട് പേടിച്ചു. പിന്നീട് അത് പറഞ്ഞപ്പോൾ കെട്ടിയവൻ ശരിക്കും വഴക്ക് പറഞ്ഞു. ആ സമയത്ത് അങ്ങനെയൊക്കെ എന്തിനാ ആലോചിക്കുന്നതെന്ന് ആലോചിച്ചു പോയില്ലേ? ഇനിയിപ്പോൾ എന്തു ചെയ്യും? പ്രസവം കഴിഞ്ഞ് അള്ളാനും പറഞ്ഞ് കിടക്കുമ്പോൾ ഡോക്ടർ സ്റ്റിച്ച് ഇടുന്നു. അറ്റൻഡറാണോ എന്തോ ഒരാൾ വാതിൽക്കൽ ഡോക്ടർ വിളിച്ചിട്ട് വന്നതാണ്. പ്രൈവസിക്ക് വേണ്ടി പരാതി എഴുതിയിടാൻ പരാതിപ്പെട്ടി നോക്കി വെച്ച് എൻ്റെ വാതിൽക്കൽ തന്നെ ഇയാൾ വിളിച്ചു വരുത്തിയില്ലോ എന്നുപോലും ആലോചിച്ചില്ല. കാരണം നഗ്നതയല്ല ഒരു മനുഷ്യൻ്റെ അവശതയിൽ അവൻ അലട്ടുന്നത് എന്ന് അന്നാണ് എനിക്ക് ബോധ്യമായത്. ഡോക്ടർ അയാളുടെ വണ്ടിയുടെ ചാവി റിസപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്തോ. 10 കിലോ അരിയും 1 കിലോ വെളിച്ചെണ്ണയും വാങ്ങിയത് എന്ന് പറയുമ്പോൾ മേലെ ആകാശം താഴെ ഭൂമി എന്ന് പറഞ്ഞു കിടക്കുന്ന എന്നെപ്പറ്റി ഡോക്ടർ ഓർക്കാത്തതിൽ എനിക്കൊരു സങ്കടം തോന്നി. ഡോക്ടർക്ക് അരിയും വെളിച്ചെണ്ണയും അത്യാവശ്യം ഇരിക്കെ അരി പോയി കിടക്കുന്ന ഒരുത്തിയെ കാണുന്നില്ലയോ എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് ആരോ ചോദിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം കഴിഞ്ഞ് ലേബർ റൂമിൽ ഞങ്ങൾ 2-3 പേർ നിരന്ന് കിടന്നു. ദുഃഖം പങ്കുവച്ചു. കടുത്ത വേദനയുടെ ആഴങ്ങളിൽ നിന്നും മുറിവുകളുടെ നോവിലേക്ക് ചുരുങ്ങി ഞങ്ങൾ കിടന്നു. എഴുന്നേറ്റിരിക്കാൻ സിസ്റ്റർ നിർദ്ദേശം തന്നു. ബ്രെഡും കാപ്പിയും കുടിച്ചു. അവർ ഡ്രസ്സൊക്കെ മാറ്റി തന്നു. എന്തൊക്കെയോ ചെയ്തിട്ടെന്തോ. എഴുന്നേൽക്കുമ്പോൾ തല കറങ്ങും, വീണ്ടും കിടക്കും. വെളുപ്പിന് 5 മണിക്ക് ലേബർ റൂമിൽ കയറ്റിയ പൊണ്ടാട്ടിയെ 11 മണിക്ക് പ്രസവിച്ചവളെ വൈകിട്ട് 4 മണിയായിട്ടും കാണാതെ വന്നപ്പോൾ കെട്ടിയോൻ ആരോടൊക്കെയോ വഴക്കുണ്ടായെന്നാണ് കേട്ടത്. എന്താ പറ്റിയെന്ന് അറിയണ്ടേന്ന് കെട്ടിയോൻ. പുള്ളി പറഞ്ഞതിലും കാര്യമില്ലായികയില്ല. അകത്തൊരുങ്ങി എണിക്കും തോറും ബോധം പോടാണ്. അങ്ങേരുണ്ടോ അറിയുന്നു. വൈകിട്ട് പോയ കിളിയൊക്കെ തിരികെ വന്ന ശേഷം റൂമിലേക്ക് നടത്തിക്കൊണ്ടു പോകുമ്പോൾ വാതിൽക്കൽ എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ യുദ്ധം ജയിച്ചു എന്ന ഝാൻസി റാണിയെപ്പോലെ എല്ലാവരും കൈവീശി കാട്ടി. കലബില ചിലച്ചു. മുതിർന്നവരൊക്കെ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കുമെന്ന് ചോദിച്ചു. പ്രസവിച്ചെന്നും പറഞ്ഞ് മിണ്ടിക്കൂടെന്ന് മനസ്സിൽ ചിന്തിച്ചു. എന്നെ പിടിച്ച് നടത്താൻ വന്ന കെട്ടിയനോട് നിനക്ക് കുഴപ്പമില്ലേ എന്ന് പേടിക്കണ്ട എന്ന് ഗമയിൽ പറയുകയും ചെയ്തു. റൂമിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ എൻട്രിക്ക് മണിക്കൂറുകൾ മുൻപേ മാസ് എൻട്രി നടത്തിയ പുത്രൻ മുറിയിലുണ്ടായിരുന്നു. മുറിയിലെത്തിയതും കടുത്ത വിറയൽ. പുതച്ചിട്ട് മാറുന്നില്ല. എല്ലാവരും പേടിച്ചു, ഞാനും. കൂടെയുള്ള സിസ്റ്റർ മറ്റൊരു സിസ്റ്റർ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എല്ലാവരും പരിഭ്രാന്തരാക്കി കുറച്ചു നേരം. പിന്നെ ശാന്തം. നേരത്തെ ഉണ്ടായിരുന്ന അഹങ്കാരത അങ്ങനെ ഏതാണ്ടങ്ങ് കുറഞ്ഞു. എന്തൊരു അഹങ്കാരമായിരുന്നു. ഇനിയെങ്കിലും കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കുന്ന കെട്ടിയോൻ. ശരിയാണ്, എല്ലാം ശരിയാണ്. ഇനി കുറച്ചു നേരം മിണ്ടാണ്ടിരിക്കാം.